കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിക്കാത്ത സിനിമകളാണ് ഇവിടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത്. അതിന് പ്രൊഡ്യൂസർമാർക്ക് അതിന് ധൈര്യമില്ലെന്നില്ല. അതുകൊണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഇത്ര നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം മറ്റേതൊരു തൊഴിൽ മേഖല പോലെ അവിടെയൊക്കെയുള്ള നിയമങ്ങൾ പോലെയും അതുപോലെ തന്നെ ആ മേഖലകളെ പോലെ തന്നെ പറ്റത്തില്ല എങ്കിലും ഈ രംഗത്തും കൃത്യമായ നിരീക്ഷണവും സേവന വേതന വ്യവസ്ഥകളും അതൊരു നിയന്ത്രണവും ഏത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ആവശ്യം വന്നാൽ ഒരു പരാതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇടപെടാനും ഒക്കെയുള്ള അവസരങ്ങൾ കൂടിയൊക്കെ ഉണ്ടായി വരികയാണെങ്കിൽ നിയന്ത്രിക്കപ്പെടുക തന്നെ ചെയ്യും. തികഞ്ഞ അരാജകത്വം എന്നുള്ള അവസ്ഥ മാറി. പോഷ് ആക്ട് എന്ന് പറഞ്ഞ എല്ലാ തൊഴിൽ മേഖലകൾക്കും ഉള്ളതാണ്, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് വർക്ക് പ്ലേസസ്. പക്ഷേ അത് കൊണ്ട് മാത്രമായില്ല. നമ്മുടെ ഹേമ കമ്മിറ്റിയിലെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞ ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കണമെന്നാണ്.